CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇന്ന് തെരഞ്ഞെടുക്കും. ജില്ലാ നേതൃയോഗം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M പ്രകാശനും KK രാഗേഷിനുമാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് സാധ്യത. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ A നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് സമയത്തോടെ അറിയാൻ സാധിക്കും പുതിയ ജില്ലാ സെക്രട്ടറി ആരാണ്? ബില്ലിൽ ഏതായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ആദ്യം ചേർന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗമാണ്. ആ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളുടെ പേര് നിർദ്ദേശിച്ചു എന്നാണ് അറിയുന്നത്. ആ പേരിനി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും CPIMൻ്റെ പുതിയ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആരാണ് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഏതായാലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. KK രാഗേഷിൻ്റെയും M പ്രകാശിൻ്റെയും പേരുകളാണ് നേരത്തെ സജീവ പരിഗണനയിലുണ്ടായിരുന്നത്. KK രാഗേഷിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ജില്ലാ കമ്മിറ്റിയിൽ നേരത്തെ ചേർന്ന യോഗത്തിൽ നിർദ്ദേശിച്ച പേര് അവതരിപ്പിക്കും. അതിനുശേഷം ജില്ലാ കമ്മിറ്റിയിൽ അത്തരമൊരു തീരുമാനം ആരാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന കാര്യത്തിലൊരു തീരുമാനമാകും. അതിനുശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി രൂപീകരിക്കും എന്ന്. നിഖിലെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIMനെ സംബന്ധിച്ച് കണ്ണൂർ ജില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ്. ഒന്ന്, പാർട്ടിയുടെ ഉരുക്കുകോട്ടയാണ്. രണ്ട്, മുഖ്യമന്ത്രിയുടെ, പാർട്ടി സെക്രട്ടറിയുടെ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ, 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ ജില്ല. അപ്പോൾ അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്ന ആളുകൾ പാർട്ടിയുടെ നേതൃതലങ്ങളിലേക്കെല്ലാം വളരെ കാലങ്ങളായി വന്നുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. അവരുടെ നേതൃമികവ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അങ്ങനെ ഒരു പാരമ്പര്യം കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ട്, ഒരു തലയെടുപ്പുണ്ട്. അപ്പോൾ ഈ KK രാഗേഷ്, M പ്രകാശൻ എന്ന പേരിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന പേരിന് പ്രാധാന്യമുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ KK രാഗേഷിന്റെ പേര് ഉറപ്പിക്കാനാവുന്ന സാഹചര്യമുണ്ടോ നിഖിൽ? ബില്ലിൽ ഏതായാലും നമുക്ക് അങ്ങനെ ഒരു ഒരൊറ്റ പേരിലേക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. പക്ഷേ കൂടുതൽ സാധ്യതകൾ KK രാഗേഷിലേക്ക് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പറഞ്ഞതുപോലെ CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥാനം എന്ന നിലയിൽ നമുക്ക് നേരത്തെയുള്ള ചരിത്രം എടുത്താലും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പിണറായി വിജയനായാലും MV ഗോവിന്ദനായാലും കോടിയേരി ബാലകൃഷ്ണനായാലും EP ജയരാജനായാലും ഇവരെല്ലാം തന്നെ CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് പ്രവർത്തിച്ചവരാണ്. അവിടെ നിന്ന് പിന്നീട് സംസ്ഥാന തലത്തിലേക്ക് ഉയർന്നു വന്നവരാണ്. അങ്ങനെ പാർട്ടിയുടെ രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തമായ ഒരു ഘടകം എന്ന നിലയിൽ CPIMൻ്റെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിലേക്ക് വരുന്ന, കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറിയായി എത്തുന്നയാൾ സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു ചരിത്രം ഏതായാലും ഉണ്ട്. അത് ആവർത്തിക്കുന്ന ഒരു ഘട്ടം തന്നെയാകും ഇത്തവണയും എന്നുള്ളത് തന്നെയാണ്. കാരണം CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് സംസ്ഥാന തലത്തിൽ ആ ഒരു പ്രാധാന്യം എല്ലാ കാലത്തും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൽ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. CPIMൻ്റെ കണ്ണൂർ ജില്ലാ നേതൃസ്ഥാനത്തിരുന്ന ആളുകളെല്ലാം തന്നെ പിന്നീട് സംസ്ഥാന തലത്തിലേക്കും സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പാർട്ടിയുടെ സ്ഥാനങ്ങളിലേക്കും വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ണൂരിലെ രാഷ്ട്രീയ സംഘടനാ ശേഷി CPIMനെ സംബന്ധിച്ചിടത്തോളം അത്ര വലുതാണ് എന്നുള്ളത് അറിയാവുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം അക്കാര്യത്തിൽ തീർച്ചയായും ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായി വരും. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഒരു തീരുമാനം ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട്, നമുക്ക് ഉറപ്പിച്ച് പറയാനാകുന്നില്ല. പക്ഷേ ജില്ലാ കമ്മിറ്റി യോഗം തുടരുകയാണ്. അല്പസമയത്തിനോടകം തന്നെ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആരാണ് എന്നുള്ള കാര്യത്തിൽ നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.